സീറോ മലബാർ സഭയുടെ കുർബാന ക്രമവുമായി ബന്ധപ്പെട്ട് വിവിധ എപ്പിസോഡുകൾ സത്യാന്വേഷി ചെയ്തിരുന്നു. തികച്ചും വൈകാരികമായും നിയമവിരുദ്ധമായും വ്യാജം പ്രചരിപ്പിച്ചും തൽപര കക്ഷികൾ കുർബാനയർപ്പണത്തെക്കുറിച്ചുള്ള സീറോ മലബാർ സിനഡിൻ്റെ തീരുമാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. അതിൻ്റെ പ്രകടമായ തെളിവാണ് അടുത്ത ദിവസങ്ങളിൽ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനം. ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രസ്തുത പ്രതിസന്ധികളുടെ വിശകലനത്തിലേക്ക് ഈ ലക്കം സത്യാന്വേഷി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആയിരത്തി 1998 നടന്ന ഒന്നാമത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ഉയർന്നുകേട്ട ആവശ്യമാണ് സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത രീതികൾ മാറ്റി ഒരു ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കണം എന്നത്. അതിൻ്റെയും കൂടി വെളിച്ചത്തിലാണ് 1999 നവംബർ മാസത്തിൽ നടന്ന സിനഡിൽ വിശുദ്ധ കുർബാനയുടെ ഏകീകൃത അർപ്പണ രീതിയെക്കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നത്. എന്നാൽ ചില രൂപതകളിൽ സിനഡിൻ്റെ ഈ തീരുമാനം നടപ്പാക്കുന്നതിൽ നിന്ന് രൂപതാധ്യക്ഷന്മാർ താൽക്കാലികമായി ഒഴിവ് നൽകുകയുണ്ടായി. അതേസമയം കേരളത്തിലെ പല രൂപതകളിലും എല്ലാ മേജർ സെമിനാരികളിലും സഭയുടെ പൊതു ആഘോഷങ്ങളിലും കേരളത്തിന് പുറത്തുള്ള രൂപതകളിലും പ്രവാസി സമൂഹങ്ങളിലും സിനഡ് തീരുമാനമനുസരിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പണം നിലവിൽ വന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ സഭയുടെ വിവിധ തലങ്ങളിലും സിനഡ് സമ്മേളനങ്ങളിലും ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാനയുടെ ലൈവ് സംപ്രേഷണം നടന്നപ്പോൾ വിശുദ്ധ കുർബാന പല രീതികളിലാണ് സീറോ മലബാർ സഭയിൽ അർപ്പിക്കപ്പെടുന്നത് എന്നത് പൊതുവിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഇതേക്കുറിച്ചുള്ള നിരവധി പരാതികൾ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1999 തീരുമാനം നടപ്പിലാക്കാൻ മെത്രാൻ സിനഡ് പ്രതിബദ്ധത കാണിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് 2020 നവംബർ 9 പ്രസ്തുത കാര്യാലയം മേജർ ആർച്ച് ബിഷപ്പിന് കത്തെഴുതുകയും ചെയ്തു. 2021 ജൂലൈ 3 സീറോ മലബാർ സഭയ്ക്ക് മുഴുവനായി എഴുതിയ കത്തിലൂടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ 1999 സിനഡ് തീരുമാനം ഉടനടി നടപ്പിലാക്കാൻ സീറോ മലബാർ സഭയോട് ആഹ്വാനം ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് 2021 ഓഗസ്റ്റ് മാസത്തിൽ ചേർന്ന സീറോ മലബാർ സഭയുടെ സിനഡ് വിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതി ഏകീകരിക്കാൻ തീരുമാനിച്ചത്. സിനഡിലെ ചർച്ചകൾക്കിടയിൽ ചില പിതാക്കന്മാർ ഏകീകൃത ബലിയർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ പങ്കുവച്ചു എന്നത് സത്യമാണ്. എന്നാൽ സുദീർഘമായ ചർച്ചകൾക്കും വിലയിരുത്തലുകൾക്കും പ്രാർത്ഥനയ്ക്കും ശേഷം പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി ശ്ലൈഹികമായ ധീരതയോടെ വിശുദ്ധ കുർബാന അർപ്പണ രീതി ഏകീകരിക്കാൻ സിനഡ് തീരുമാനിക്കുകയായിരുന്നു. ഈ തീരുമാനം ദൈവഹിതപ്രകാരമായിരുന്നുവെന്നതിൻ്റെ സാക്ഷ്യമാണ് സഭയിലെ 35 രൂപതകളിൽ 34 യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലും സിനഡ് തീരുമാനപ്രകാരം ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലായത്. എന്നാൽ സിനഡ് തീരുമാനത്തെ പല രീതിയിലും അട്ടിമറിക്കാനുള്ള ശ്രമമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിൽ ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തെ വിശകലനം ചെയ്യുമ്പോൾ വൈദികർ പ്രകടിപ്പിക്കുന്ന അനുസരണക്കേട് ശീശ്മയിലേക്ക് നയിക്കും എന്ന നിരീക്ഷണം പ്രബലപ്പെടുകയാണ്. തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനം നിരാകരിച്ച് അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നതാണ് പാഷണ്ഡത. സഭയിലെ ദൈവസ്ഥാപിതമായ അധികാരത്തെ ധിക്കരിക്കുകയും ഔദ്യോഗിക പ്രബോധനങ്ങൾക്കെതിരായി പഠിപ്പിക്കുകയും ചെയ്യുക വഴി സഭയിൽ ഭിന്നതയുണ്ടാക്കി സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് ശീശ്മ. അബദ്ധ ഉപദേശങ്ങളായ പാഷണ്ഡതകളാണ് ശീശ്മയിലേക്ക് നയിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ ആ വിശ്വാസം പാലിക്കുന്നവർ അടിസ്ഥാനപരമായി അംഗീകരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പ്രധാനമായും സഭയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം എപ്രകാരമായിരിക്കണമെന്നും അതിനെ എപ്രകാരം വളർത്തണമെന്നും സംരക്ഷിക്കണമെന്നും കാലാകാലങ്ങളായി സഭയിലെ അധികാരികൾ, പ്രത്യേകിച്ച് മാർപ്പാപ്പമാർ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. സീറോ മലബാർ സഭയിലെ ഇന്നത്തെ പ്രതിസന്ധി ആരാധനക്രമവുമായി ബന്ധപ്പെട്ട് ഈ സഭയിലെ ഒരു അതിരൂപത അതിൻ്റേതായ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്നതാണ്.
ഈ അതിരൂപതയ്ക്ക് സഭയുടെ നിലപാടുകളോ നിർദ്ദേശങ്ങളോ ബാധകമല്ല എന്നതാണ് പലപ്പോഴും അതിനെ നയിക്കുന്നവരുടെ ശൈലി തെളിയിക്കുന്നത്. കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ പരമമായ നിയമം എന്താണെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ വിശ്വാസവും യുക്തിയും എന്ന ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ പ്രകാരം കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൻ്റെ പരമമായ നിയമം എന്നത് വിശുദ്ധ പാരമ്പര്യവും വിശുദ്ധ ലിഖിതവും സഭയുടെ പ്രബോധനാധികാരവും തമ്മിൽ പരിശുദ്ധാത്മാവ് സൃഷ്ടിച്ചിട്ടുള്ള പരസ്പര പൂരകമായ ഐക്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പരസ്പര പൂരകം എന്നതിൻ്റെ അർത്ഥം ഈ 3 ഘടകങ്ങളിൽ ഒന്നിനും മറ്റുള്ളവയെ കൂടാതെ നിലനിൽക്കാനാവില്ല എന്നാണ്. സഭയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: രക്ഷ കൈവരുന്നത് ദൈവത്തിൽ നിന്നും മാത്രമാണ്. എന്നാൽ നാം വിശ്വാസ ജീവിതം പ്രാപിക്കുന്നത് സഭയിലൂടെയാകയാൽ അവൾ നമ്മുടെ അമ്മയാണ്. നമുക്ക് പുതിയ ജനനം നൽകുന്ന അമ്മയായി സഭയെ നാം വിശ്വസിക്കുന്നു. നമ്മുടെ രക്ഷയുടെ വിധാതാവാണ് സഭ എന്ന നിലയിലല്ല നാം സഭയിൽ വിശ്വസിക്കുന്നത്. സഭ നമ്മുടെ മാതാവായിരിക്കുന്നതിനാൽ അവൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗുരുനാഥയും കൂടി ആകുന്നു. സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമ്മ, ഗുരുനാഥ തുടങ്ങിയ സംജ്ഞകളിലൂടെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം സഭയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നതേറെ ശ്രദ്ധേയമാണ്. കത്തോലിക്കാ സഭയിലെ വലിയ പണ്ഡിതനായ സഭാപിതാവായ വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. കത്തോലിക്കാ സഭയുടെ പ്രബോധനാധികാരം എന്നെ പ്രേരിപ്പിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല. സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു ദിനമായിരുന്നു 2021 നവംബർ 28. അന്നാണ് ലോകമെങ്ങുമുള്ള സീറോ മലബാർ സഭയിൽ ഏകീകൃത കുർബാനയർപ്പണ രീതി നടപ്പിലാക്കപ്പെട്ടത്. ചരിത്രത്തിൻ്റെ ഗതിവിഗതികളിൽ പല രീതിയിലുള്ള വിശുദ്ധ കുർബാനയർപ്പണം സ്വീകരിക്കേണ്ടി വന്ന സീറോ മലബാർ സഭയിലെ പല രൂപതകളും തങ്ങളുടെ ശൈലികൾ മാറ്റിക്കൊണ്ട് ഏകീകൃത ബലിയർപ്പണത്തിന് വേണ്ടി വളരെയധികം വിട്ടുവീഴ്ചകൾ ചെയ്തു. ഇതിനു പിന്നിൽ ഒരേയൊരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ: സഭയോടുള്ള അനുസരണവും വിധേയത്വവും. ഏകീകൃത ബലിയർപ്പണ രീതി നിലവിൽ വന്നതിന് ശേഷം സീറോ മലബാർ സഭയിൽ ഒരു പുതിയ വസന്തം സംജാതമായി എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ സഭയിൽ എന്നും ഐക്യമുണ്ടാകണമെന്ന് ആഗ്രഹിച്ച അനേകം വിശ്വാസികൾ. 1990കളിൽ സീറോ മലബാർ സഭയിലെ മേജർ സെമിനാരികളിൽ പഠിച്ചിരുന്ന വൈദിക വിദ്യാർത്ഥികൾക്ക് അക്കാലത്തെ അധികാരികൾ നൽകിയ നിർദ്ദേശം ഏറെക്കുറെ ഇപ്രകാരമായിരുന്നു: ഇവിടെ ആരും വിഭാഗീയ പ്രവണതകൾ കാണിക്കരുത്. എറണാകുളം രീതി വേണ്ടവർക്ക് അങ്ങനെയാകാം, ചങ്ങനാശ്ശേരി രീതി വേണ്ടവർക്ക് അങ്ങനെയുമാകാം. അക്കാലത്ത് സീറോ മലബാർ സഭയുടെ ആരാധനക്രമം എന്നത് രൂപതാടിസ്ഥാനത്തിൽ ഈ 2 രീതികളുടെയും ഘടകങ്ങൾ ഉൾക്കൊണ്ടവയായിരുന്നു. വ്യക്തമായ ഭിന്നത അന്ന് സഭയിൽ ദൃശ്യമായിരുന്നു. 99ൽ സീറോ മലബാർ സഭയിലെ എല്ലാ പിതാക്കന്മാരും സംയുക്തമായി ഏകീകൃത ബലിയർപ്പണത്തിന് വേണ്ടിയുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കുകയുണ്ടായി. എന്നാൽ നിർഭാഗ്യവശാൽ അന്നും അത് നടപ്പിലായില്ല. വീണ്ടും 21 വർഷങ്ങൾക്ക് ശേഷം ഇന്നത് സഭയിൽ നടപ്പിലായിരിക്കുകയാണ്. ഈ സഭയുടെ ഐക്യം കാക്ഷിക്കുന്ന എല്ലാ വിശ്വാസികളും ഏകീകൃത ബലിയർപ്പണം അഥവാ ലോകമെങ്ങുമുള്ള സീറോ മലബാർ സഭയിലെ ദേവാലയങ്ങളിലും സന്യാസ സമൂഹങ്ങളിലും ഒരുപോലെ ബലിയർപ്പിക്കണമെന്ന സിനഡിൻ്റെ നിർദ്ദേശം സർവാത്മനാ സ്വീകരിക്കും എന്നത് ഉറപ്പാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ സഭയെ നയിക്കുന്നത്. ഇന്ന് ഈ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകളിലും ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം നടപ്പിലായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് വിരുദ്ധമായ വിഭാഗീയ പ്രവണതകളും വൈരുദ്ധ്യം നിറഞ്ഞ വിശ്വാസ സംരക്ഷണ റാലികളും പഴയകാല ശീശ്മകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് എന്ന് വേദനയോടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. തിരുസഭയെ വെല്ലുവിളിക്കുന്ന ഇത്തരം വിശ്വാസ പ്രഘോഷണ റാലികൾ സഭാത്മകതയുടെ അസ്തമനവും പ്രാദേശികവാദത്തിൻ്റെ ആരംഭവുമാണ്. സഭയെ തകർക്കുന്ന പ്രാദേശികവാദം ഒരിടത്തും പാടില്ല എന്ന് അധികാരികൾ പലപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. പ്രാദേശികവാദത്തിൻ്റെ ആരംഭം എന്നത് സഭാത്മകതയുടെ അന്ത്യമാണ്. സഭാത്മകത അസ്തമിക്കുമ്പോൾ പ്രാദേശികവാദം ആരംഭിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഈയിടെ നടത്തിയ ഒരു പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്നു, പാരമ്പര്യം എന്നതൊരു വൃക്ഷത്തിൻ്റെ വേരുകളാണ്. പാരമ്പര്യം ഭാവിയുടെ ഉറപ്പാണ്. അതൊരു മ്യൂസിയം പീസല്ല. പാരമ്പര്യം എന്നത് അടയ്ക്കപ്പെട്ട ഒന്നല്ല, മറിച്ച് അത് നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന വേരുകളാണ്. സഭാത്മകമായ രീതിയിൽ ചിന്തയെ വികസിപ്പിക്കാത്ത ഒരു സഭ പുറകോട്ടു പോകുന്ന സഭയാണ്.
സഭ എന്ന കാഴ്ചപ്പാടിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപതയുടെയോ അതിരൂപതയുടെയോ പാരമ്പര്യത്തെക്കുറിച്ച് പറയുന്നവർ തങ്ങളുടെ സങ്കുചിത ലോകത്ത് പിറകോട്ട് സഞ്ചരിക്കുന്നവരാണെന്നത് പാപ്പയുടെ ഈ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി തികച്ചും വൈരുദ്ധ്യവും വൈപരീത്യവുമായ കാര്യങ്ങൾ ഇന്ന് സഭയിൽ സംഭവിക്കുമ്പോൾ അത് വിശ്വാസികൾക്കും പൊതുസമൂഹത്തിനും വലിയ ഉതപ്പാണുണ്ടാക്കുന്നതെന്ന കാര്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെക്കുറിച്ചുള്ള സിനഡ് തീരുമാനത്തെക്കുറിച്ച് കൽദായവൽക്കരണമെന്നാണ് വിമതപക്ഷം ആരോപിക്കുക. അത്തരം അടിസ്ഥാനരഹിതമായ ആരോപണത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ പിതാവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: കൽദായവൽക്കരണമെന്ന് ആക്ഷേപിക്കുന്നത് കൽദായ പാരമ്പര്യത്തിൽ രൂപമെടുത്ത കുർബാന ചൊല്ലിക്കൊണ്ട് തന്നെ വേണോ? സീറോ മലബാർ സഭ പോലെ തന്നെയുള്ള ഒരു അപ്പസ്തോലിക സഭയാണ് കൽദായ സഭയും. അവരെ ഒരു കാര്യവുമില്ലാതെ ആക്ഷേപിക്കുന്നത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കൽദായ സഭയും സീറോ മലബാർ സഭയും പൗരസ്ത്യ സുറിയാനി ആരാധനക്രമമാണ് ഉപയോഗിക്കുന്നത്. 4-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആരാധനക്രമം തന്നെയാണ്. ലത്തീൻ മെത്രാന്മാർ വന്നപ്പോൾ പോലും അവർ ഈ ആരാധനക്രമത്തിൽ ഏതാനും മാറ്റങ്ങൾ വരുത്തിയെന്നേ ഉള്ളൂ. അല്ലാതെ പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ ആരാധനക്രമത്തെ അവർ പാടെ മാറ്റുകയല്ല ചെയ്തത്. ചുരുക്കത്തിൽ കഴിഞ്ഞ 17 നൂറ്റാണ്ടായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ ആരാധനാക്രമമാണ് എന്ന് മാത്രമല്ല, ഇന്ന് കത്തോലിക്ക സഭയിൽ നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ അനാഫറയും ഈ കൽദായ ആരാധനാക്രമത്തിലേതാണ്. അതിനെക്കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അപ്പസ്തോലിക കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ആരാധനാക്രമം ഉപയോഗിക്കുന്നതിനെ കൽദായവൽക്കരണമെന്ന് വിളിച്ചാക്ഷേപിക്കാൻ ചെറുപ്പക്കാരെ പരിശീലിപ്പിക്കുമ്പോൾ ആരാധനാക്രമം എന്താണെന്നുകൂടി അവരെ ഒന്ന് പഠിപ്പിക്കണ്ടേ? നമ്മുടെ ദുരഭിമാനങ്ങൾക്ക് കൽദായ സഭ എന്തു പിഴച്ചു? നമ്മുടെ ലത്തീൻ സഹോദരങ്ങൾ റോമൻ ആരാധനാക്രമമാണ് ഉപയോഗിക്കുന്നത്. മലങ്കര സഹോദരങ്ങൾ അന്ത്യോക്യൻ ആരാധനാക്രമവും. അവരെല്ലാം അവരുടെ ആരാധനാക്രമത്തെ ആദരവോടെയാണ് കാണുന്നത്. നമ്മൾ മാത്രമെന്താണ് ഇങ്ങനെ? കത്തോലിക്ക സഭാ കൂട്ടായ്മയിലെ എല്ലാ സഭകളും ഓരോ രാജ്യത്തും ഓരോ കുർബാനയൊന്നുമല്ല ചൊല്ലുന്നത്. പ്രാദേശികതയ്ക്കും അതീതമാണ് ആരാധനാക്രമങ്ങൾ. 6 അപ്പസ്തോലിക ആരാധനാക്രമ പാരമ്പര്യങ്ങളാണ് കത്തോലിക്ക സഭയിലുള്ളത്. ലത്തീൻ, പൗരസ്ത്യ സുറിയാനി അഥവാ കൽദായ, അന്ത്യോക്യൻ, ബൈസന്റൈൻ, അലക്സാണ്ട്രിയൻ, അർമേനിയൻ. ഈ ആരാധനാക്രമങ്ങളാണ് ലോകത്തെല്ലായിടത്തുമുള്ള 24 വ്യക്തിസഭകളും ഉപയോഗിക്കുന്നത്. നമുക്ക് ജയിക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് നമ്മെ തന്നെ തള്ളിപ്പറയുന്നത്? ഇനി കൽദായവൽക്കരണമെന്ന് ആക്ഷേപിക്കുന്നതിന് മുൻപ് ഒന്നോർക്കുക, ഇന്ന് രാവിലെ നിങ്ങൾ അർപ്പിച്ച കുർബാനയും കൽദായ അഥവാ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിലുള്ളതായിരുന്നു. അതത്ര മോശമാണോ? കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ തെരുവിൽ പരിഹരിക്കാൻ സാധിക്കുന്നതല്ല എന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്തവർ വൈദിക വേഷം കെട്ടി തിമിർത്താടുന്ന നാടകമാണ് കുർബാനയുടെ പേരിൽ സീറോ മലബാർ സഭയിൽ അരങ്ങേറുന്നത്. സത്യം സത്യമായി ഗ്രഹിക്കാൻ ശേഷിയുള്ളവർക്ക് സമാധാനം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.